നെപ്പോളിയൻ ബോണപാർട്ട് തൻ്റെ ഭാര്യയും പ്രിയതമയുമായ ജോസഫൈൻ എഴുതിയ കത്തുകൾ ചരിത്രത്തിലെ ഏറ്റവും ഹൃദയസ്പർശിയായ പ്രണയലേഖനങ്ങളിൽ ഒന്നാണല്ലോ. അദ്ദേഹത്തിൻ്റെ കത്തുകളിൽ ചരിത്രപരവും മനോഹരവുമായ ചില സവിശേഷതകളുണ്ട്. നെപ്പോളിയൻ തൻ്റെ തിരക്കേറിയ സമയങ്ങളിൽ പോലും ജോസഫൈനെക്കുറിച്ചുള്ള ആഴമാർന്ന സ്നേഹം തുറന്നു പറയുന്നുണ്ട്. ഒരു മിനിറ്റ് പോലും നിന്നെ ചിന്തിക്കാതിരിക്കാൻ കഴിയുന്നില്ല എന്ന തരത്തിലുള്ള വാക്യങ്ങൾ അദ്ദേഹത്തിൻ്റെ അനശ്വരമായ സ്നേഹബന്ധത്തെ പ്രതിഫലിപ്പിക്കുന്നവയാണ്. നെപ്പോളിയൻ യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളും കീഴടക്കിയ ശക്തനായൊരു വ്യക്തിയായിരുന്നല്ലോ. എന്നാൽ ജോസഫൈൻ അയച്ച കത്തുകളിൽ അദ്ദേഹം ഒരു പരാജയപ്പെട്ട കാമുകനായാണ് കണക്കാക്കപ്പെടുന്നത്. അധികാരത്തിൻ്റെ നേർച്ചയിൽ നിന്ന് താളം തെറ്റിയ വ്യക്തിത്വം. ഇതാണ് ഈ കത്തുകളുടെ പ്രത്യേകത. അദ്ദേഹം ഉപയോഗിച്ച ഫ്രഞ്ച് ഭാഷ വളരെ സാഹിത്യപരമാണ്. അതിൻ്റെ വിവർത്തനം പോലും അതിൻ്റെ മനോഹാരിതയെ ആഴത്തിൽ കാണിക്കുന്നു. ഇതിനുദാഹരണമാണ് നെപ്പോളിയൻ്റെ ഈ വാചകങ്ങൾ: ദ ചാംസ് ഓഫ് ദ ഇൻകംപയറബിൾ ജോസഫൈൻ കിൻഡൽ കണ്ടിന്യൂലി എ ബേണിംഗ് ആൻഡ് ഗ്ലോയിങ് ഫ്ലെയിം ഇൻ മൈ ഹാർട്ട്. ഇപ്രകാരമുള്ള പ്രണയലേഖനങ്ങൾ അന്നത്തെ കാലത്തെ പുരുഷന്മാർക്ക് അപൂർവമായിരുന്നതായി ചരിത്രം പറയുന്നു. അതുകൊണ്ട് തന്നെ നെപ്പോളിയൻ്റെ കത്തുകൾ ആഴമാർന്ന സ്നേഹത്തിൻ്റെ ശബ്ദമായി തീരുന്നു. അങ്ങനെ നെപ്പോളിയൻ ജോസഫൈന് അയച്ച കത്തുകൾ എന്നത് പരാക്രമം നിറഞ്ഞ ഒരു ധീരനായ വ്യക്തിയുടെ ഹൃദയത്തിൽ വിരിഞ്ഞ സ്നേഹത്തിൻ്റെ കവിതകളാണ്.